ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? ഞാനൊരു 2-3 വീഡിയോ ഒക്കെ എടുത്തു വെച്ചെങ്കിലുണ്ടല്ലോ, എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല. കാര്യം നല്ലൊരു സിക്കായിപ്പോയി. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബട്ട് എനിവേ, ഇതിങ്ങനെ ഗാലറി കിടന്നുകൊണ്ട് എനിക്ക് തോന്നി എന്തായാലും നിങ്ങൾക്ക് വേണ്ടി എടുത്താണല്ലോ, അപ്പോൾ അതൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന്. എനിക്ക് രാവിലെ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ആൽബർട്ടൈനിൽ വന്നേക്കാണ്. ആൽബർട്ടൈനിൽ വന്നേക്കണം എന്തിനാണെന്നറിയോ? എന്നോട് നെയ്തൻ ഞാൻ കുറേ ദിവസമായിട്ട് പറയാം, ഒരു ബ്ലൂ നൂഡിൽസ് വേണമെന്ന്. അപ്പോൾ ബ്ലൂ നൂഡിൽസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. നേതൻ പറഞ്ഞത് നൂഡിൽസ് എന്നാണെങ്കിലും അവൻ ഉദ്ദേശിച്ചത് പാസ്തയാണെന്ന് എനിക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പാസ്തയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ നോർമലി ഇന്ത്യൻ ഷോപ്പിൽ പോകുന്നത് ഭയങ്കര കുറവാണ്. കാര്യം കുറേ സാധനങ്ങൾ നമുക്കിവിടെ ഡച്ച് സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാനതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി ബാക്കിയുള്ള കുറച്ച് അല്ലറ ചില്ലറ ക്ലീനിങ് പരിപാടികളെല്ലാം വീട്ടിൽ ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നി എന്നാൽ കുറച്ച് ദോശയ്ക്കുള്ള മാവിട്ടേക്കാന്ന്. കാര്യം നമ്മൾ നാട്ടിൽ നിന്ന് ഒരു വലിയ ഗ്രൈൻഡറൊക്കെ ഏറ്റി വലിച്ച് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ ഇത്തവണത്തെ 2ാമത്തെ ഘട്ടം ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ദോശയ്ക്കുള്ള ഇത് ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് 2 ഗ്ലാസ് അരി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇഡ്ഡലി റൈസ് തീർന്നു പോയെന്ന്. പക്ഷേ സാരമില്ല, ഞാനങ്ങനെ ഒരു സാധനം തീർന്നെന്ന് വിചാരിച്ചിട്ട് അത് കിട്ടണ വരെ വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ബാസ്മതി റൈസ് ഇരിക്കണ്ടായിരുന്നു, അതായത് നമ്മൾ ബിരിയാണി വെക്കുന്ന റൈസ്. അതെടുത്തു ഇട്ടു. ഞാനങ്ങനെ ഇഡ്ഡലി ആൻഡ് ദോശയ്ക്കുള്ള സംഭവമൊക്കെ അങ്ങനെ ആക്കി വെച്ചു. നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി ഇതൊന്നും അല്ല കേട്ടോ. ഇന്ന് നല്ലൊരു വെതറാണ്, നല്ല സണ്ണി ആയിട്ടുള്ള ഡേ ആണ്. ഞങ്ങളങ്ങനെ കുറച്ച് നാളായിട്ട് വീട്ടിൽ ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഇന്ന് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലീനിങ് ദിവസം തന്നെയാണ് കേട്ടോ. ഞങ്ങളിന്ന് ഞങ്ങളുടെ ഗരാജ് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഗരാജ് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ വെക്കണം, അതാണ് പ്ലാന്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ഒരു ഒരു സ്റ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ സംഭവം. പക്ഷേ അതിങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് കുറേ നാളായി, ഇതൊന്നും ഓപ്പൺ ചെയ്ത് പോലിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഈ മാനുവലായിട്ട് വരണ ഈ ഫിറ്റ് ചെയ്യണ സാധനങ്ങളൊക്കെ കൂടെ ഞാൻ സനിയുടെ ഒപ്പം ചെയ്യാൻ വേണ്ടി ഇരിക്കെങ്കിലും എനിക്കിതൊന്നും ചെയ്യാൻ വേണ്ടി വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. താല്പര്യമില്ല എന്നല്ല, എനിക്ക് മടിയാണ് കുറച്ച് ബ്രെയിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെ ആക്ച്വലി മിടുക്കൻ സനി തന്നെയാണ്. അപ്പോൾ സനിക്ക് കറക്റ്റായിട്ട് അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നമുക്കൊരു സമാധാനത്തിന് വേണ്ടി ഇരിക്കണമല്ലോ, ഞാനിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ മെയിൻ പരിപാടിയെല്ലാം ചെയ്യണത് സനി തന്നെയാണ്. ഇന്നൊരു ഫ്രൈഡേ ആയതുകൊണ്ട് നെയ്ത്തനും ഡാനിയും സ്കൂളിൽ പോയിട്ടോ. ആരി ഇവിടെ ഉണ്ട്. ഇവിടെ 4ാമത്തെ വയസ്സ് തൊട്ട് മാൻഡേറ്ററി എഡ്യൂക്കേഷനാണ് കേട്ടോ. അതായത് കുട്ടിക്ക് എന്നാണ് 4 വയസ്സാവുന്നത് അന്ന് തൊട്ട് സ്കൂളിൽ പോകണം. നമ്മുടെ നാട്ടിൽ അക്കാഡമിക് ഇയർ ആണല്ലോ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബർത്ത്ഡേ എന്നാണോ 4 വയസ്സ് അന്ന് തൊട്ട് സ്കൂളിൽ പോകണം. ഇവിടെ നോർമലി ക്ലാസ് തുടങ്ങുന്നത് രാവിലെ ഒരു 8:30ക്കാണ്. 8:30 തൊട്ട് 3 o'clock വരെ. മോസ്റ്റ്ലി എല്ലാ സ്കൂളും വെനസ്ഡേയ്സ് ഹാഫ് ഡേ ഉള്ളൂ. അപ്പോൾ 12 മണിയാകുമ്പോൾ അവരുടെ ക്ലാസ് കഴിയും. ഇത് നമ്മുടെ പുറത്ത് വെച്ചേക്കുന്ന ഒരു ചെറിയൊരു ഗ്രീൻ ഹൗസ് സിസ്റ്റമാണ് കേട്ടോ. ഇതിനകത്ത് മെയിനായിട്ട് മിൻറ്റ്, റുക്കോള, നമ്മളിങ്ങനെ കിച്ചണിലേക്ക് പെട്ടെന്ന് ആവശ്യം വരുന്ന കുറച്ച് ഇലകളൊക്കെ ഉണ്ടല്ലോ, ആ ഐറ്റംസൊക്കെയാണ്. ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ട് നന്നായി പിടിച്ചിട്ടുണ്ട്, നല്ല കുറേ അധികമായിട്ട് ഇങ്ങനെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഗരാജ് ക്ലീനിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങളും പുറത്തിട്ടെടുക്കുന്ന സമയത്താണ് ഞാൻ തന്നെ മറന്നുപോയ എൻ്റെ കുറേ കലാസൃഷ്ടികൾ ഞാൻ കണ്ടത്. ഇതിങ്ങനെ ഒരു സമയത്ത് ഞാനിങ്ങനെ കുറേ ഇരുന്നിങ്ങനെ വരച്ചു കൂട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് മുന്നേ വരച്ച കുറേ പെയിൻറ്റിങ്സാണ് എൻ്റെ. ഇതെല്ലാം ഈ ഗരാജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് എന്നോട് സനി പറയുമായിരുന്നു ഇതെല്ലാം എടുത്ത് എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ വോളിൽ എവിടെയെങ്കിലുമൊക്കെ തൂക്കണമെന്ന്. പക്ഷേ എനിക്ക് അന്നേരം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പോഴെപ്പോഴോ കൊണ്ട് എല്ലാം കൂടി എടുത്ത് ഗരാജിലെടുത്ത് വെച്ചാണ്. പക്ഷേ ഇന്നിതിപ്പോൾ എല്ലാം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാര്യം കുറേ നാൾക്ക് മുന്നേ ഞാൻ വരച്ചതാണ്, വർഷങ്ങൾക്ക് മുന്നേ വരച്ചതാണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്നൊരു നൊസ്റ്റാൾജിയൊക്കെ അടിച്ചിട്ട് ഞാൻ എല്ലായിടത്തും പുറത്ത് വെച്ചു. എന്നിട്ട് എനിക്കിപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിലകത്ത് തൂക്കണം എന്നുള്ളത്. സൂപ്പർ ലഞ്ചാണോ? ആണോ? ഓക്കെ. അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം പുറത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ലഞ്ചിന് സമയമായി. ഞാനിപ്പോൾ ഇതാ ആരിക്ക് ലഞ്ച് കൊടുത്തു. മോസ്റ്റ്ലി ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എന്തൊക്കെയാണ് കുക്ക് ചെയ്യണമെന്നുള്ളത്. ഞാൻ കുക്ക് ചെയ്യണത് എപ്പോഴും വളരെ ഈസി ആയിട്ടുള്ളതും കംഫർട്ടബിളും ആയിട്ടുള്ള ഫുഡാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുക. എക്സ്പെഷ്യലി വീക്ക് ഡേയ്സിൽ
ഞാൻ ഭയങ്കര ടു മച്ച് കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല. വീക്കെൻഡ്സിലാണ് എൻ്റെ മെയിൻ കുക്കിംഗ്. ഞാൻ മെയിൻലി ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് വീക്കെൻഡ്സാണ്. കാര്യം എനിക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ലാവിഷായിട്ട് കഴിക്കണം. അതുകൊണ്ട് ഞാൻ എത്രയും സമയം നമുക്ക് വീക്ക് ഡേയ്സിൽ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീക്ക് ഡേയ്സ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡ് ആണ്. ഞാൻ എളുപ്പമുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാക്കുക. മേ ബി പാസ്ത, സാലഡ്, അല്ലെങ്കിൽ ഗ്രിൽഡ് വെജിറ്റബിൾസോ ഫിഷ്, അങ്ങനത്തെ സാധനങ്ങളായിരിക്കും ഞാൻ എപ്പോഴും ഉണ്ടാക്കുക. നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞില്ല കേട്ടോ. ഒരാവേശത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടി എടുത്ത് പുറത്തിട്ടു. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് കതപ്പ് തുടങ്ങി. അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ സനി അവിടെ സ്റ്റിൽ കണ്ടിന്യൂ ക്ലീനിങ് ആണ്. ഞാൻ പോയിട്ട് ഡാനിനെയും നേത്തിനെയും കൂടി പിക്ക് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഏകദേശം ഒരു ദിവസത്തെ അധ്വാനം ഒന്ന് ഒതുങ്ങി, എല്ലാം അകത്തിട്ട് കയറ്റി. ഇങ്ങനെ കണ്ടപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇതിന് മുന്നേ ഈ ഗാർഡൻ കിടക്കുന്ന കോലം നിങ്ങൾ കണ്ടതല്ലേ. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു ഭേദം വന്നു. നമ്മൾ കുറച്ച് ഗാർഡനൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു, അതും ചെയ്തു. അങ്ങനെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ബ്ലൂ പാസ്ത നേതൻ പറഞ്ഞത് ഉണ്ടാക്കാൻ പോവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നേതൻ ഒരു ദിവസം എന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ഞങ്ങൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നേതൻ എന്നോട് പറഞ്ഞു, അമ്മ ബ്ലൂ പാസ്ത ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാക്കാൻ പറ്റും. അത് പക്ഷേ അവൻ മറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ചെയ്യണമെന്ന്. പക്ഷെ അന്നേരം എനിക്കിത് വാങ്ങിക്കാൻ പോകാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോയി വാങ്ങിച്ചു. എനിക്കിവരിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ക്രിയേറ്റീവായിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലൂ നൂഡിൽസ് വേണ്ട നേതൻ, ഇഷ്ടമായോ? എന്തോ അമ്മയ്ക്ക് ആദ്യം മുടിയാണോ അതോ എന്താ ചെയ്യേണ്ടത്? മുടി. ഓക്കെ, ആദ്യം മേക്കപ്പ്. നോക്കട്ടെ ആമി. നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആമി എന്നോട് പറഞ്ഞു ആമിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന്. ആമി എന്ന് വന്നാലും ഞാനും ആമിയും ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ. അത് ആമിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്കും അത്രയും ഇഷ്ടമാണ് ആമീനെ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ ആമിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ആമി അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തരും എന്തൊക്കെയാണ് വേണ്ടിയെന്ന്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ആമിക്ക് ചെയ്തു കൊടുക്കും. നമ്മുടെ മേക്കപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ വ്ലോഗും ഇന്ന് ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. സോ ടിൽ വി മീറ്റ് അഗെയിൻ, കൊച്ചിക്കാരി സൈനിങ് ഓഫ്. ബൈ ബൈ.